നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലബാറിന്റെ ഹൃദയമിടിപ്പായ കോഴിക്കോടിന്റെ സ്വന്തം കടപ്പുറത്താണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രവും അറബിക്കടലിന്റെ സൗന്ദര്യവും ഒന്നിക്കുന്ന ഈ മണ്ണ് ഏതൊരു സഞ്ചാരിക്കും ഒരു വിരുന്നാണ്. എല്ലാവർക്കും ഗ്രീൻലാൻഡിലേക്ക് വീണ്ടും സ്വാഗതം. കോഴിക്കോട് നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിനോട് ചേർന്ന് കിലോമീറ്ററുകളോളം നീളത്തിൽ ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററും KSRTC ബസ് സ്റ്റാൻഡ്, പാളയം ബസ് സ്റ്റാൻഡ്, ന്യൂ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് വെറും 10-15 മിനിറ്റ് യാത്ര ചെയ്താൽ ഇവിടെ എത്താം. ഇവിടെ എത്താൻ സിറ്റി ബസ്സുകളും ഓട്ടോകളും ഏതു സമയവും ലഭ്യമാണ്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ യാത്ര ചെയ്യണം ഇവിടെ എത്താൻ. ഇവിടെ കാണുന്ന ഈ പഴയ കടൽപ്പാലങ്ങൾ വെറും തൂണുകളല്ല, കോഴിക്കോടിന്റെ പഴയകാല വാണിജ്യ പ്രതാപത്തിന്റെ അടയാളങ്ങളാണ്. 1498 വാസ്കോഡ ഗാമ ഈ തീരത്തേക്ക് കപ്പലിറങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ഈ നഗരത്തിന്റെ ചരിത്രയാത്ര. വൈകുന്നേരങ്ങളിൽ ഈ പാലത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നാവൽ വെള്ളമൂറും ഭക്ഷ്യവിഭവങ്ങൾക്ക് എന്നും പ്രസിദ്ധമാണ് കോഴിക്കോട്. ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും കൈതച്ചക്കയും ഇതിന്റെ കൂടെ ഒരു ഐസ് ഉരതിയും ഉണ്ടെങ്കിൽ സംഗതി ഉഷാറായി. പിന്നെ നമ്മുടെ സ്വന്തം സുലൈമാനിയും കല്ലുമ്മക്കായ നിറച്ചതും കഴിക്കാതെ ആരും ഇവിടുന്ന് മടങ്ങാറില്ല. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും കൂട്ടുകാരുമായി വർത്തമാനം പറഞ്ഞിരിക്കാനും ഇതിലും നല്ലൊരു ഇടം വേറെയില്ല. കടൽക്കാറ്റേറ്റ്
തിരമാലകളുടെ സംഗീതം കേട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അത് അനുഭവിച്ചു തന്നെ അറിയണം. നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫി പ്രേമിയാണെങ്കിൽ ഗോൾഡൻ അവർ സമയത്തെ കാഴ്ചകൾ ഒരിക്കലും മിസ് ചെയ്യല്ലേ. ഭാഗ്യമുണ്ടെങ്കിൽ പുലർച്ചെ സമയങ്ങളിൽ ഡോൾഫിൻ പോയിന്റിൽ ഡോൾഫിനുകളെ കാണാനും സാധിക്കും. അപ്പോൾ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ ഈ കടപ്പുറത്തെ മണൽത്തരികളിലൂടെ ഒന്ന് നടക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായി കാണാം. നന്ദി.